ഇതൊക്കെ നടക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുമായിട്ട് UDF-ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് എന്തോ ബന്ധങ്ങളുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ വർഗീയ പ്രീണനം കോൺഗ്രസിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ, കോൺഗ്രസിനെ അതിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമങ്ങൾ, വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ CPM നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്. ഈ ഗവൺമെന്റിലെ ഇടതുപക്ഷ സർക്കാരിലെ ഒരു മന്ത്രിയായ V. അബ്ദുറഹ്മാനും അതുപോലെ CPM-ന്റെ MLA ആയ ദലീമ ജോജോയും ജമായത്തെ ഇസ്ലാമിയുടെ 2 പരിപാടികളിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതായത് ഒരു ഭാഗത്ത് മന്ത്രി സജി ചെറിയാൻ മുസ്ലിം ന്യൂനപക്ഷത്തെ ആക്ഷേപിക്കുന്നു, വിമർശിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് ജമായത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ അപകടകരമായ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ആക്രമിക്കുന്നു. നമുക്ക് കേരള രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കെല്ലാം അറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അടുപ്പവും ബന്ധവും ഉള്ളത് CPM-ഉം ജമായത്തെ ഇസ്ലാമിയും തമ്മിലാണ്. അവരാണ് തെരഞ്ഞെടുപ്പുകളിൽ സഹകരിച്ചിട്ടുള്ളത്. പിണറായി വിജയൻ ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അവരുടെ വോട്ടുകൾ LDF-നാണെന്ന് ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജമായത്തെ ഇസ്ലാമിയെ CPM വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഗവൺമെന്റിലെ ഒരു മന്ത്രി അബ്ദുറഹ്മാൻ, അവരുടെ ഒരു MLA ജമായത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുത്തിരിക്കുന്നു. സ്വന്തം നിയോജക മണ്ഡലമായ താനൂരില് ജമായത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച ബൈത്തു സക്കാത്ത് കേരള ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് അബ്ദുറഹ്മാൻ നിർവഹിച്ചത്. അതില് ജമായത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ T. ആരഫ് അലി, അതുപോലെ ബൈത്തു സക്കാത്തിന്റെ സംസ്ഥാന ചെയർമാൻ K. മുഹമ്മദ് കാരക്കുന്ന് മുതലായവർ പങ്കെടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു.